ദേ ഈ ഒരാളിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പം വേണമെങ്കിൽ കണ്ടോ, പിന്നെ കാണാൻ പറ്റത്തില്ല. വയ്യാത്തോണ്ടൊരുള്ള കിടത്തമാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധനം മേടിക്കാനായിട്ട് ഒന്ന് ടൗണിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇലക്ഷൻ്റെ ചൂട് പിടിച്ച സമയമല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെക്കിംഗ് ഒക്കെ കേട്ടോ. കർണാടക ബോർഡർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കടത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചെക്കിംഗ് ഉണ്ട്. ദേ ഈ കാണുന്ന ഓറഞ്ചില്ലേ, നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചതാണ് കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ നാട്ടിൽ തന്നെ പിടിച്ചതാണ്. അതാണ് അവർ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നത്. നല്ല സ്വീറ്റാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചൂട് സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട്. ആ ഫ്രൂട്ട്സിനനുസരിച്ച് വിലയും കൂടുതലാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണേ. ചെക്കിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. എങ്ങനെ ഫൈൻ അടിച്ച് തന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ദൂരെ വെച്ചത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ അതാ ഒരു സൂര്യകാന്തി പൂ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മളെ റോസ് ആപ്പിൾ നിറച്ചും പിടിച്ച് നിൽപ്പുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അനാമോ ആയോ ഇല്ലയോ എന്നൊക്കെയാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഈ ചൂടിനൊരു ആശ്വാസമായിട്ട് നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.